ഹായ് സുന്ദരീസ്. അപ്പോൾ അടുത്ത ഗോവ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ റിസോർട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് വെക്കേറ്റ് ചെയ്യും. അതിനേക്കാളും മുമ്പ് നമ്മൾ പോണത് നോർത്ത് ഗോവ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോകാം. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് മെയിൻ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ മെയിനായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണെന്നാണ് വായിച്ചത്. നമ്മൾ അത്ര പോപ്പുലർ ആയിട്ടുള്ളതൊന്നുമല്ല, നെറ്റിൽ നോക്കി കണ്ടിട്ടാണ് പോയത്. ആൻഡ് ആംബിയൻസ് വൈസ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ 10:30 എത്തിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചീസ് ഓംലേറ്റും ബ്രെഡും അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് ഭക്ഷണം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നക്കുട്ടി അമ്മ എവിടെയുണ്ട്, അമ്മ എവിടെയെന്ന് കാണാഞ്ഞിട്ട് പേടിച്ചു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മറ്റേ ചീസ് ഓംലേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഞങ്ങളിപ്പോൾ റിസോർട്ട് ഇപ്പോൾ വെക്കേറ്റ് ചെയ്യാണ്. ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് വെക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള സമയമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വെക്കേറ്റ് ചെയ്തതിന് ശേഷം ബീച്ചിലേക്കും വേറെ എവിടേക്കാച്ചാൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ബീച്ചിൻ്റെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യാനും മതി സമയത്തിനനുസരിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ടാകുമ്പോഴേക്ക് തിരിച്ചെത്തണം വീട്ടിലേക്ക്. അത് കുറച്ച് അത്യാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് അന്ന് നേരത്തെ ശരിക്കും കാണിച്ചു തന്നോന്ന് സംശയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. സോ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ പറയില്ലേ, ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. പിന്നെ പൂളിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പൂള്. പിന്നെ എന്താ ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൂളിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും മൊത്തത്തിൽ പ്രൈസിനനുസരിച്ചുള്ള റിസോർട്ട് അല്ല അത്. ഇപ്പോൾ ഷടയിൽ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പോവാണ്. ഇമ്മക്കുട്ടി വരൂ. ഇമ്മിപ്പോൾ ടി വി വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷടയിൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി പോകേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. പിന്നെ നമ്മൾ താഴത്തെ റൂം, അതായത് ഹോട്ടൽ റൂമിൻ്റെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഇരുന്ന് ആടി. പിന്നെ ഇതാണ് റിസോർട്ടിൻ്റെ പുറത്ത്, ലൈക്ക് ഹോട്ടലിൻ്റെ പുറത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു കുഞ്ഞൊരു സെറ്റപ്പാണ്. പൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ കൂട്ടി വെച്ച പോലെ തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വാഗറ്റോ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് കണ്ടിട്ട് ബീച്ചിൽ നട്ടപ്പറ വെയിൽ എന്ന് പറഞ്ഞാൽ നട്ടപ്പറ വെയിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങാമെന്ന് ഉദ്ദേശിക്കില്ല. ജസ്റ്റ് അവിടെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ പൊന്നി പോരാത്തതിന് ഈ ഡാർക്ക് കളറിലെ ഡ്രസ്സും എല്ലാം കൂടിയിട്ട് അസലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാഗറ്റോ ബീച്ചിൻ്റെ പരിസരത്തുള്ള കടകളാണിത്. എല്ലാ ബീച്ചിൻ്റെ പരിസരത്തും ഇങ്ങനത്തെ കടകൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കുറച്ച് അധികം ആൾക്കാർ വരുന്ന ബീച്ചുകളാകുമ്പോൾ കടകളുടെ എണ്ണം എന്തായാലും കൂടും. അപ്പോൾ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത്യാവശ്യം കടകളുണ്ട് ഇവിടെ. മെയിൻലി ബീച്ചിൻ്റെ സൈഡിൽ കാണുന്ന കടകൾ തന്നെയാണ്. കുറേ കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ കരകൗശല വസ്തുക്കൾ, ശംഖ് വെച്ചിട്ടുള്ള സാധനങ്ങൾ, തൊപ്പി, അങ്ങനത്തെ ലൈക്ക് വള, മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുള്ളത്. നല്ല എക്സ്പെൻസീവ് ആണ്. അവരെന്തായാലും നല്ല വില പറയും. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളല്ലേ. അപ്പോൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കുക. ബാർഗെയിൻ ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ കുറയും കേട്ടോ. ഒരു പറയണ വിലയിൽ എന്തായാലും മേടിക്കേണ്ട, നല്ല കൂട്ടി പറയും അവർ. പിന്നെ ഈ ബീച്ച് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ബീച്ചാണ് ഈ വാഗറ്റോ ബീച്ച് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയം ഒട്ടും ശരിയല്ലായിരുന്നു. നട്ടപ്പുറ വെയിലായിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടായി സത്യം പറഞ്ഞാൽ. ഈ വെയിലത്ത് കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോൾ അതൊരു പ്രയാസമല്ലേ. അപ്പം അവൾക്കും വെയിൽ തട്ടാണ്ട് നോക്കണം. ലൈക്ക് കുറേയൊക്കെ വെയിൽ തട്ടും, എന്നാൽ പോലും അങ്ങനെ ഭയങ്കര നട്ടപ്പുറ വെയിലത്തൊക്കെ ഇങ്ങനെ കുഞ്ഞ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയില്ലേ. അപ്പോൾ അതുകൊണ്ടൊരു പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും അധികം നേരം നിന്നില്ല. ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർ കുറേ കൂടി നേരം നിന്നു. ഞങ്ങൾ പക്ഷേ ലൈക്ക് ഒരു 10 മിനിറ്റ് ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ കാറിൽ പോയിരുന്നു. അതാണ് സത്യം. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നില്ല. ഈ ബീച്ച് ഇങ്ങനെ ഒരു നിന്നിട്ട് ഒരു വ്യൂ കാണാം നമുക്ക്. ഇവിടെ ഇങ്ങനെ പാറയുടെ മുകളിലൊക്കെ നിന്നിട്ട്. കൂടാതെ നമുക്ക് താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആക്ച്വൽ ബീച്ചായിട്ട് തന്നെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ പോയ ഹോട്ടൽ, ഉച്ചയ്ക്ക് പോയ റെസ്റ്റോറൻറ്റ്. ഇത് പഞ്ചിമിലാണുള്ളത്. ആൻഡ് ഇതിൻ്റെ പേര് വെനൈറ്റ് എന്നാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. കണ്ടോ, ഇതേപോലെ ചുമര് ഫുള്ള് കുത്തി വരച്ചിരിക്കുകയാണ്. ആൻഡ് ഇവിടെ സ്പെഷ്യലായിട്ട് കുറേ ഡിഷസ് കിട്ടും. എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ പോർച്ചുഗീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ പഞ്ചിമിൽ വെനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വരും. വെനൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവർക്ക് ഇതേപോലെ ഐറിഷ് കോഫി, പിന്നെ അങ്ങനത്തെ കുറേ, ഇതിപ്പോൾ 2 ടൈപ്പ് ഓഫ് ഐറിഷ് കോഫികളാണ്. ആൻഡ് ഇത് പാലും
ആക്ച്വൽ കോഫിയിൽ കുറച്ച് അവർ ലിക്കർ ആഡ് ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു മിക്സാണ്. ഈ മോക്ടെയിലൊക്കെ പോലെ മിക്സാണ്. കോഫിയിൽ തന്നെ ഇങ്ങനെ കുറച്ച് ലിക്കർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കിഷ്ടമായില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ലൈക്ക് ബാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സ്റ്റീക്ക് പറയാൻ വെച്ചു. സ്റ്റീക്ക് നമ്മൾ ലൈക്ക് ഗോവയിൽ നല്ലതാണ് ബീഫ് സ്റ്റീക്ക്. അത് നമ്മൾ പല റെസ്റ്റോറൻറ്റിലും പോകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലി അവർ ഇതുവരെയും വന്നിട്ടില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് തന്നെ ആദ്യം വന്നത്. നല്ല ലൈക്ക് നല്ല ഫുഡാണ്, നല്ല വെറൈറ്റി ഫുഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇതിപ്പോൾ ഒരു സാലഡാണ്, ഒലിവും പ്രോൺസും, സീ ഫുഡ് സാലഡാണ്. ഇതിൽ വെജിറ്റബിൾസും പിന്നെ കുറച്ച് പ്രോൺസും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഉള്ളതാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് സൂപ്പാട്ടോ കഴിക്കണേ. സൂപ്പിൽ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുള്ളൊരു സൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രെഡാണ് കേട്ടോ, ഇവിടുത്തെ ഗോവൻ സ്പെഷ്യൽ ബ്രെഡാണ്, ഇവരുടെ ഗാർലിക് ബ്രെഡ് എന്ന് പറയും. ആൻഡ് ഇത് സ്റ്റീക്കാണ്. ബേസിക്കലി സ്റ്റീക്ക് എന്ന് പറയുമ്പോൾ ബീഫ് ഇങ്ങനെ വഴട്ടി ഒരു കട്ട പോലെ ആക്കിയെടുക്കും സോസൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ കൂടെ മുട്ടയും അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഡെസേർട്ട് ഐറ്റാണ്. ആൻഡ് തവണ ഐസ്ക്രീമും പിന്നെ ബനാന കാരമൽ അതും പിന്നെ ഐസ്ക്രീമും രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ഡിഫറെൻറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഗോവയിൽ വരുമ്പോൾ ഈ വെനൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് എന്തായാലും ട്രൈ ചെയ്യണം. ആൻഡ് ഇത് കഴിച്ച പാടെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ. നല്ല ക്ഷീണമുണ്ട്, ഭയങ്കര ടയേർഡാണ്. ആൻഡ് നല്ലോണം ടാൻ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ വെയിലത്ത് നട്ടപ്പുറ വെയിലത്തായിരുന്നു ഫുള്ള് കറക്കം. ഇത്തവണ നല്ലോണം ടയേർഡായി. കാരണം ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നില്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഹറിബറി ആയിരുന്നു. അത് കൂടാണ്ട് ഇത്തവണ പോയത് ഫുൾ വെയിലത്തായിരുന്നു. ഇന്ന് എസ്പെഷ്യലി, ഇന്നലെ പിന്നെ അങ്ങനെ വെയിലുണ്ടായിരുന്നില്ല, പോണ സമയത്തേ വെയിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി ആയിരുന്നുള്ളൂ ഫുൾ കറക്കമൊക്കെ. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വെയിലെന്ന് പറഞ്ഞാണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ വെയിൽ കുറച്ചുകൂടി നമുക്ക് സഹിക്കാൻ പറ്റും. ഇവിടുത്തെ വെയിലിൻ്റെ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നാട്ടിലത്തെ വെയിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ, വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇരിക്കണേക്കാളും കുറച്ചുകൂടി സുഖം ഇവിടെയാണ്, ഗോവയിലാണ്. കാരണം എന്താ വെച്ചാൽ നല്ല കടൽക്കാറ്റുണ്ട്. അപ്പോൾ നല്ല സുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനൊരു സംഗതി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി നല്ല ടാനൊക്കെ ആയ സ്ഥിതിക്ക് മുഖത്ത് എന്തെങ്കിലും പരട്ടാമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് കുറേ നാളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കണം വിചാരിച്ചിട്ടിരിക്കുന്ന പ്രോഡക്റ്റാണ് ഇത്, കാർബൺ ബേ എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയാം, നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം ഓൾറെഡി കുറേ പേര് ഇത് റിവ്യൂ ചെയ്തിട്ടൊക്കെ ഉണ്ട് നമ്മുടെ മലയാളി യൂട്യൂബേഴ്സിൽ. ഇതെനിക്ക് കിട്ടിയിട്ട് കുറച്ചധികം നാളായി, എപ്പോഴും വിചാരിക്കും കാണിക്കണമെന്ന്. അപ്പോൾ ഇവർ സെൻഡ് ചെയ്ത് തന്നതാണ് എനിക്ക്. ആൻഡ് 2 പ്രോഡക്റ്റ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവർക്കത് ബേസിക്കലി 2 പ്രോഡക്ട്സേ ഉള്ളൂ. ഒന്ന് കാർബൺ ബേ ഫേസ് മാസ്ക് ആണ്, ഒന്ന് കാർബൺ ബേ ടീത്ത് പൗഡറാണ്. സോ ബേസിക്കലി ഇത് രണ്ടിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോളാണ്. സോ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കരി എന്നാണ്. ആൻഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പല്ലിക്കാനൊക്കെ ഉമിക്കരി ഉപയോഗിക്കില്ലേ, അതേപോലെ തന്നെ. സോ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യൂരിഫൈ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. ചിലർ ചാർക്കോൾ കഴിക്കും, ഗുളികയായിട്ട് അവൈലബിൾ ആണ്. വയറിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആക്ച്വലി അത് സക്ക് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ചാർക്കോൾ കഴിക്കുന്നത്. സോ ഇതിപ്പോൾ നമുക്ക് മാസ്ക് ആണെങ്കിൽ ഭയങ്കര നല്ലത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും ഇതൊക്കെ അത് വലിച്ചെടുക്കാൻ ഭയങ്കര നല്ലതാണ്. സ്കിൻ ബേസിക്കലി ക്ലീൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ ടീത്ത് പൗഡറും ഭയങ്കര നല്ലതാണ്. ലൈക്ക് ടീത്ത് വൈറ്റൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണെന്നാണ് പറയണത്. ആൻഡ് ഇവർക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. ഞാൻ ആക്ച്വലി ഇവർ അയച്ചുതരാന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് പോയി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ സർപ്രൈസ്ഡ് ആയി. ആൻഡ് ഇവർ തൃശ്ശൂർ ബേസ്ഡ് ആണ് ആക്ച്വലി. അങ്ങനെ ഇവർക്ക് 2 പ്രോഡക്ട്സ് ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഫേസ് മാസ്കും ടീത്ത് വൈറ്റനിങ് പൗഡറും മാത്രമേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഇവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും ഭയങ്കര ഹാർഡ് വർക്ക് ഇട്ടിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. ബേസിക്കലി ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ്, ഒരു കാർട്ടൺ പാക്കേജിങ്ങിലാണ് വരുന്നത്.
എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ കേരള എന്ന് എഴുതിയിട്ടുണ്ട്. അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 799 ആണ്. ഇവർ യൂസ് ചെയ്യുന്ന ആക്ടിവേറ്റർ ചാർക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ട എന്നുള്ളതാണ്. ആൻഡ് അത് കൂടാണ്ട് അലോവേറ, പിന്നെ ഈ ഏലാദി ഓയിൽ, അങ്ങനത്തെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഇപ്പോൾ നല്ലൊരു എന്താ പറയുക പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇതുള്ളത്. നല്ല സ്റ്റേഡിയാണ്, നല്ല ക്വാളിറ്റി പാക്കേജിങ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ക്ലാസ് ലുക്ക് ഉണ്ട്. ഞാൻ തുറന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയുണ്ട്. ഞാൻ ഒരു 4-5 തവണയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ചില 2 തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാം. നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ്, നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ശരിക്കും ഒരു ആയുർവേദ പ്രൊഡക്റ്റിൻ്റെ ഒരു മണം പോലെ തന്നെയാണ് എനിക്ക് തോന്നണത്. ഇതിൻ്റെ ഉടുപ്പായിട്ട് നല്ല മാച്ചിങ് ആണല്ലേ ഈ മാസ്ക്. അഗെയിൻ പോയിട്ട് ആസ് യൂഷ്വൽ കുറേ ഭക്ഷണം കഴിച്ചു. ഇത്തവണ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തു നമ്മൾ. നല്ല രസമുണ്ടായിരുന്നു ഫുഡൊക്കെ. പക്ഷേ ഈ വെയിലത്ത് കറങ്ങി നടന്നതിൻ്റെയാണ് ബുദ്ധിമുട്ട് ഫുള്ള്. പാവ ഇമ്മക്കുട്ടി അതിനെയും കൊണ്ട് ഞങ്ങൾ ഈ വെയിലത്ത് പോവാത്ത സ്ഥലങ്ങളില്ല. എന്നാലും അതിനൊരു കുഴപ്പമില്ല കേട്ടോ, വലിയ ഇഷ്ടമാണ്. വെയിലാണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് കറങ്ങി നടക്കാനായിട്ട്. ഈ ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പുകച്ചിലുണ്ട് കേട്ടോ, അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ തവണ ഇടുമ്പോഴും സാധാരണ ഫേസ് മാസ്ക് ഇടുന്നേക്കാളും കുറച്ച് പുകച്ചിൽ കൂടുതലാണ് ഇത് ഇടുമ്പോൾ. സോ ഡെഫിനറ്റ്ലി ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. മേക്ക് ഷുവർ ദാറ്റ് അലർജറ്റിക് അല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഡെഫിനറ്റ്ലി ഇതൊരു ഹെർബൽ പ്രോഡക്റ്റ് ആണ്, പക്ഷേ എല്ലാ ഹെർബൽ പ്രോഡക്റ്റും എല്ലാവർക്കും ചേരണമെന്നില്ല. സോ അതുകൊണ്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നുള്ളവർ കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്യും. ഡെഫിനറ്റ്ലി എനിക്ക് ടാൻ കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ക്യാമറയിൽ അത് പിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല, പക്ഷെ എന്നാലും ടാൻ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. സോ ബേസിക്കലി ഈ മാസ്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ റിമൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ പോഴ്സിലൊക്കെ ഡേർട്ട് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ പോഴ്സിൽ ഡേർട്ട് ഉണ്ടെങ്കിൽ അതാണ് പിമ്പിൾസിനെ വരുത്തുക. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഇത് പിമ്പിൾസ് വരാണ്ടിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒറ്റൊരു യൂസിൽ തന്നെ കംപ്ലീറ്റ്ലി സൺ ടാൻ റിമൂവ് ആവില്ലല്ലോ. ഓൾ ഇൻ ഓൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇത് നല്ല ഇഷ്ടം. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയി അവരോട് സംസാരിച്ച് നോക്കാം. ജസ്റ്റ് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻ കേസ് ഇഷ്ടമാവുകയാണെങ്കിൽ മേടിക്കാം. അതുപോലെ തന്നെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കാർബൺ വേയുടെ ടീത്ത് പൗഡർ. ഇത് ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കാറ് കേട്ടോ. മിനിമം എന്തായാലും ആഴ്ചയിൽ 3 to 4 തവണയെങ്കിലും ഉപയോഗിക്കും ഞാൻ. എനിക്കിത് നല്ല ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു അടപ്പും കൂടി ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെ മാറ്റിയിട്ട് ഇത് കയ്യിൽ കുറച്ചെടുക്കും. എൻ്റെ ബ്രഷ് ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം ആ നനവുണ്ടാവില്ല, നനവോട് കൂടിയിട്ട് തന്നെ ഇതിലിങ്ങനെ പിക്ക് ചെയ്തെടുക്കും. പിക്ക് ചെയ്തിട്ട് സാധാരണ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുക, അതേപോലെ തന്നെ ബ്രഷ് ചെയ്യും കേട്ടോ. ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല്ലിൽ കുറച്ച് സ്റ്റെയിൻസ് ഉണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് അറിയുണ്ടാവും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് കുറേ പേർക്ക് ഇങ്ങനെ സ്റ്റെയിൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ ലൈക്ക് വേണ്ട കാൽഷ്യവും ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ലൈക്ക് സഫിഷ്യൻറ്റ് ന്യൂട്രിയൻസ് നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ അത് കാരണം പല്ലിൽ സ്റ്റെയിൻസ് വരും. എൻ്റെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലെ സ്റ്റെയിൻസ്, അതായത് പല്ലിൽ അവിടെ ഇവിടെയായിട്ട് ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 ആണ് കേട്ടോ. അപ്പോൾ എഗെയിൻ ഇതെനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്, ഞാൻ മേടിച്ചതല്ല. അപ്പോൾ അതും കൂടി പറയണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പല്ലിൽ സ്റ്റെയിൻസ് ഒക്കെ കുറയണ പോലെ തോന്നുന്നുണ്ട്. കംപ്ലീറ്റ്ലി പോയി എന്നല്ല കേട്ടോ. മേ ബി ബിക്കോസ് ഞാനിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ അതും കൂടി ഫുള്ളാണ്. ലൈക്ക് എനിക്കിപ്പോൾ സ്റ്റേറ്റ്സ് അത്ര പണ്ടത്തത്ര ഇല്ല, പണ്ടത്തത്ര വരുന്നില്ല. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ വന്നിരുന്ന അത്ര എനിക്കിപ്പോൾ വരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇതും കൂടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പല്ലിക്കണേന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടമുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്കാണെങ്കിലും വേറൊരാൾ പല്ലിക്കണ കാണാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വേഗം പല്ലിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ പല്ല് തേപ്പും കഴിഞ്ഞു. പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഇതിനകത്തൊരു ലൈക്ക് ഉപ്പുരസമുണ്ട് ഈ ടീത്ത് പൗഡറിൽ. ഇതെനിക്ക് ഉപയോഗിക്കുമ്പോൾ ശരിക്കും എൻ്റെ അമ്മൂമ്മ ഓർമ്മ വരും. അമ്മൂമ്മ ഇപ്പം ഇല്ല, പക്ഷേ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മൂമ്മയുടെ കൂടെ നിന്നാണ് പഠിക്കേണ്ടായത്. അമ്മൂമ്മയുടെ കൂടെ തൃശ്ശൂർ തറവാട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മൂമ്മയാണ് എന്നെ നോക്കാറ്. അച്ഛനും അമ്മയും അനിയനും വേറെ എറണാകുളത്തായിരുന്നു. അപ്പോൾ 1 വർഷം ഞാൻ അമ്മൂമ്മയുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ എല്ലാ ദിവസവും നിർബന്ധമായിട്ട് ഇങ്ങനെ ഉമിക്കരി വെച്ചിട്ട് പല്ലേപ്പിച്ച് വരും. ആ 1 വർഷം മാത്രമേ ഞാൻ ഉമിക്കരി വെച്ച് പല്ലേച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തേപ്പിക്കുമായിരുന്നു. 1 വർഷത്തിന് മീതിയായി മരിച്ചിട്ട്. അപ്പം അങ്ങനെ ഇരിക്കണു. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്.
അപ്പോൾ കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ട് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് എനിക്ക് നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് തൊട്ട് മുന്നത്തെ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. അതിന് കണ്ടിന്യൂഷനാണ് ശരിക്കും ഇത്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.